ഗബ്രി വീണ്ടും ഹൗസിലേക്ക് കയറും അല്ലേ. അപ്പോൾ വീണ്ടും ജാസ്മിൻ ഗബ്രിയെ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ജാസ്മിൻ ഗബ്രിയെ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത് ലോകം മുഴുവൻ കണ്ട സംഭവമാണ്. ഇവരുടെ 50-60 ദിവസത്തെ ഇവരുടെ ഈ സംഗതികൾ ലോകം മുഴുവൻ കണ്ടതാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ. ഇനി ഗബ്രി തിരിച്ച് കയറുന്ന സമയത്ത് ജാസ്മിൻ അപ്പോഴും ഗബ്രീനെ ആലോചിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ കംപ്ലീറ്റ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗബ്രി കയറുന്ന സമയത്ത് ഗബ്രി ഏത് രീതിയിലാണ് ജാസ്മിനോട് റിയാക്ട് ചെയ്യുക, ഈ ഒരു ഇത് മൈൻഡിൽ ഉണ്ടായിട്ടായിരിക്കുമോ നിങ്ങൾ പറയൂ, ആയിട്ടായിരിക്കുമോ ജാസ്മിൻ ഇപ്പോഴും ആ ജാസ്മിൻ ഗബ്രി എന്നുള്ളത് വാഴയിൽ എഴുതിയിട്ടുള്ളതെന്നുള്ളത്. പുതിയൊരാളെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പുതിയൊരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പുതിയൊരു പദവി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഗെയിം സ്പോയിലർ, ഗെയിം ചേഞ്ചർ അല്ല, ഗെയിം സ്പോയിലർ. ഇവിടെ ഗെയിം സ്പോയിലറായിട്ട് വന്നിട്ടുള്ളത് നൺ അതർ ദാൻ സായി കൃഷ്ണൻ അക്ക സീക്രട്ട് ഏജൻറ്റ്. കാരണം വെച്ചാൽ സീക്രട്ട് ഏജൻറ്റ് ഒരു ഗെയിം ചേഞ്ചർ അല്ല, ഗെയിം ചേഞ്ചർ പദവി ഒഴിവാക്കിയിട്ട് അതിനേക്കാളും വലിയൊരു ബഹുമതി. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ലാലേട്ടൻ വന്നിട്ടുള്ള സാറ്റർഡേ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. യൂഷ്വൽ വീഡിയോ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇന്ന് വിധു ഇല്ല. യൂഷ്വലി അവളില്ലാത്തൊരു വീഡിയോ നമുക്ക് ഉണ്ടാവാറില്ല. കാരണം എന്താ വെച്ചാൽ സ്പെഷ്യലി എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് 2 പേരുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് അല്ലേ. രസം ദ സെൻസ് കാണുന്നവർക്ക് രസം എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. നമുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് വരും. കുറച്ചും കൂടി അവൾ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. പിന്നെ അവൾ ഇതൊക്കെ ഒന്നും കൂടിയൊക്കെ നന്നായിട്ട് കാണും. എൻ്റെ മാതിരിയല്ല, കുറച്ച് ഭയങ്കര ശ്രദ്ധിച്ച് അതിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളൊക്കെ തിരഞ്ഞ് നോക്കിയിട്ടൊക്കെയാണ്. കാരണം വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ബോസ് കാണുന്നതുകൊണ്ട് ഒക്കെ കുറച്ച് ശീലമുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഗുരുവായൂർ പോയിരുന്നു. ഇന്നലെ രാത്രി 12:30 ഗുരുവായൂർ പോയത്. അപ്പോൾ വിദ്യയുടെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ശയനപ്രദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി 12:30 പോയി ഒരു 3 മണി 4 മണിയോടുകൂടി ശയനപ്രദർശനം തൊഴുത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഗുരുവായൂരാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ മുടിഞ്ഞ തിരക്ക്, ഒരു രക്ഷയുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഡിലേ ആയിപ്പോയി. 11:30-12 മണി എത്തി. ഉറക്കൊന്നും ശരിയായില്ല. ഞാൻ പകൽ കിടന്നുറങ്ങി. അവളോട് ഞാൻ ഉറങ്ങാൻ പറഞ്ഞു, അവൾ ഉറങ്ങിയില്ല. അതൊക്കെ കാണിച്ചു കിടന്നു. അവസാനം ഇപ്പോൾ എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് ആൾ ഇങ്ങനെ ഇരുന്ന് തൂങ്ങുന്ന സിറ്റുവേഷൻ ആയിപ്പോൾ അപ്പോൾ ഞാൻ അവൾ പോയി കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾ കിടന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവളില്ലാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ റെസ്റ്റോറൻറ്റ് മറന്നു വെക്കാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം, പിന്നെ ലാഗ് ചെയ്യിക്കുന്നില്ല. ഓക്കെ, ഇന്ന് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും എൻഡ് ചെയ്ത സമയത്തും കാണിച്ച രണ്ടും ലവ് ട്രാക്കാണ്. ഓക്കെ, ലവ് ട്രാക്ക് അതായത് സ്റ്റാർട്ടിങ് നമ്മുടെ ഗബ്രീനെ ഹൗസിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള ജാസ്മിൻ്റെ വിരഹദുഃഖം, ഒരു വാഴയുടെ ഒരു ഇല പൊട്ടിച്ചെടുത്ത് അതിൽ ക്യൂടെക്സ് കൊണ്ട് ഗബ്രി ജാസ്മിൻ ഗബ്രി എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ജാസ്മിനെയാണ് നമുക്കിന്ന് ഇനീഷ്യലി തന്നെ ബിഗ് ബോസ് നമുക്ക് വേണ്ടിയിട്ട് കാഴ്ച വെച്ചിട്ടുള്ളത്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അതാ സിറ്റുവേഷൻ ആയത്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തവിടെ എന്തായിരിക്കാം ജാസ്മിൻ്റെ മനസ്സിലൂടെ ഓടുന്നത്. ഓക്കെ, കുറച്ച് പോസിബിലിറ്റി ഞാൻ പറയാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ. നമുക്ക് ഭയങ്കര പ്രചോദനമാണ്. കാരണം സബ്സ്ക്രിപ്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസം ആ നമ്പർ ഇങ്ങനെ കൂടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. പിന്നെ രണ്ടാമത് ഇഷ്ടപ്പെട്ട ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം വെച്ചാൽ ലൈക്ക് ചെയ്യുന്നതോടുകൂടി വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് കാണുന്ന സമയത്ത് ഇഷ്ടമാണല്ലോ. എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ കാഴ്ചക്കാരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ എത്രയെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, അപ്പോൾ ജാസ്മിൻ്റെ കേസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോസിബിലിറ്റി, ഓക്കെ, ഇത് ഒരു ലവ് ആണോ? ജാസ്മിന് യഥാർത്ഥത്തിൽ ഗബ്രിയോട് സ്നേഹമുണ്ടോ? ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് അതിനേക്കാളും കൂടുതൽ ആ പ്രേമത്തിനേക്കാളും കൂടുതൽ വേറെ പല കാര്യങ്ങളും തോന്നുന്നു. അങ്ങനെ പ്രേമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതുവരെ സ്നേഹിച്ച അഫ്സലിൻ്റെ സിറ്റുവേഷൻ എന്താ? ഇത്ര പെട്ടെന്നൊക്കെ കുറച്ച് ദിവസം കൊണ്ടൊക്കെ ഒരു ഗബ്രീനോടൊക്കെ ഒരു പ്രേമമുള്ള സിറ്റുവേഷൻ ഉണ്ടായ. അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്ന പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് വോട്ടായിരിക്കാം അല്ലേ. ഗബ്രി പോയി, ഈ ജബ്രി കോംബോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പോഴും ആ ഒരു ജാസ്മിൻ ആ ഒരു സംഗതിയിൽ നടക്കുന്നു. പുറത്ത് നടക്കുന്ന അഫ്സലിൻ്റെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ എത്രത്തോളം അറിഞ്ഞില്ല, എങ്ങനെ ആൾക്കാർ എടുത്തു എന്നുള്ള കാര്യം ജാസ്മിൻ അറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും ആ ഒരു ജബ്രി കോംബോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗബ്രിയുടെ ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഒരു വോട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഗിമ്മിക്കായിട്ട് ചിലപ്പോൾ കാണാം. എനിക്കതിനാണ് കൂടുതൽ ഈ ലവിനേക്കാളും കൂടുതൽ പോസിബിലിറ്റി തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു തേർഡ് സിറ്റുവേഷൻ, അതും ഒരു സംഭവമാണ് എനിക്ക് തോന്നിയതാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ഫൈനൽ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് ഗബ്രി വീണ്ടും ഹൗസിലേക്ക് കയറും അല്ലേ. അപ്പോൾ വീണ്ടും ജാസ്മിൻ ഗബ്രിയെ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ജാസ്മിൻ ഗബ്രിയെ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത് ലോകം മുഴുവൻ കണ്ട സംഭവമാണ്. ഇവരുടെ 50-60 ദിവസത്തെ ഇവരുടെ ഈ സംഗതികൾ ലോകം മുഴുവൻ കണ്ടതാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ. ഇനി ഗബ്രി തിരിച്ച് കയറുന്ന സമയത്ത് ജാസ്മിൻ അപ്പോഴും ഗബ്രീനെ ആലോചിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ കംപ്ലീറ്റ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗബ്രി കയറുന്ന സമയത്ത് ഗബ്രി ഏത് രീതിയിലാണ് ജാസ്മിനോട് റിയാക്ട് ചെയ്യുക, ഈ ഒരു ഇത് മൈൻഡിൽ ഉണ്ടായിട്ടായിരിക്കുമോ നിങ്ങൾ പറയൂ, ആയിട്ടായിരിക്കുമോ ജാസ്മിൻ ഇപ്പോഴും ആ ജാസ്മിൻ ഗബ്രി എന്നുള്ളത് വാഴയിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്.
ആ ഒരു പോസിബിലിറ്റി എനിക്ക് തോന്നുന്നു. കാരണം ചിലപ്പോൾ അഫ്സലിൻ്റെ കേസ് പുറത്തത്തെ കേസ് കയറില്ല, അത് പിന്നെ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് ഇപ്പോൾ ആരും ഒരു എല്ലാ ക്യാമറ കണ്ണുകളിലൂടെ അല്ലല്ലോ കാണുക. അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് പുറത്തുനിന്ന് ചിലപ്പോൾ സോർട്ട് ഔട്ട് ആവാം, ചിലപ്പോൾ ബ്രേക്കപ്പ് ആവാം. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ജാസ്മിൻ ഒരു ബ്രേക്കപ്പ് വീഡിയോ ആയിട്ട് വരാനുള്ള ചാൻസ് മാത്രമേ അതിന് കാണാനുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വോട്ടിൻ്റെ പോസിബിലിറ്റി ഒന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ഗബ്രിയെ ഫേസ് ചെയ്യണ്ടേ, ആ ഫേസ് ചെയ്യുന്നത് എല്ലാ ജനങ്ങളും കാണുമല്ലോ. അപ്പോൾ അതായിരിക്കാൻ തോന്നുന്നുണ്ട്. അല്ലാണ്ട് ലവ് എന്ന് പറഞ്ഞ സംഭവം അതിൽ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ നന്നല്ല, അത്രേ പറയാനുള്ളൂ. ഓക്കെ, അതല്ല മറ്റേ ഗെയിമിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓൾ ഫോർ ദ ഗെയിം തന്നെ ഒഴിവാക്കാം. ഓക്കെ, അത് മുന്നൊരു കാര്യം പറയട്ടെ. ഈ എപ്പിസോഡ് ഇത് കഴിഞ്ഞിട്ടുണ്ടായത്, ഇത് എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ സംഗതി ഉണ്ടായത് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ലാലേട്ടൻ്റെ ജോലിനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ അട്രാക്ഷൻ ശരിക്കും നോറയുടെ എവിക്ഷനേക്കാളും കൂടുതൽ ഇന്നത്തെ അട്രാക്ഷൻ പ്രൊമോയിൽ കാണിച്ചത് സായിനെ പൊരിക്കുന്നതാണല്ലോ. സായി ഫ്രൈ ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്, സീക്രട്ട് ഏജൻറ്റ് ഉണ്ണിക്കണ്ണൻ ഫ്രൈ ആയിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കിയത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഫസ്റ്റ് ചിന്തിച്ചു, ഇപ്പോൾ ഇതിലിപ്പോൾ എന്തെങ്കിലും, കാരണം അങ്ങനത്തെ ഒരു എപ്പിസോഡാണെന്ന് വരുന്നത് എന്നുള്ള തോന്നല്, ഇതിലെന്തെങ്കിലും സായിനെ കുത്തുന്ന സംഗതികളുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ച സമയത്ത് അതായിരിക്കണം എന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു എപ്പിസോഡ്, ബിഗ് ബോസ് നടത്തുന്ന കാര്യങ്ങളൊക്കെ വിമർശിച്ചിട്ട് ഒരുപാട് പേര് ലാലേട്ടനെയും കൂടി കൂട്ടിത്തെറി പറയുന്നുണ്ടല്ലോ. അപ്പോൾ മൂപ്പരൊരു പക്ഷേ ചിലപ്പോൾ ആ ഒരു സംഗതിയാണോ കൺവേ ചെയ്യാൻ, സ്ക്രിപ്റ്റ് റൈറ്റർ അതാണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ലാലേട്ട ആവശ്യപ്പെട്ടില്ല, ആവശ്യമില്ലാതെ എനിക്ക് തെറി വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള പറയുമ്പോൾ 47 വർഷത്തെ അഭിനയ ജീവിതമാണ്, എനിക്കറിയാവുന്ന തൊഴിൽ അഭിനയമാണ്, ഞാനത് വളരെ ആത്മാർത്ഥത്തോടെ ചെയ്യുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും തൊഴിൽ ചെയ്യുന്നു എന്നുള്ള കണ്ടീഷനിലാണ് മൂപ്പർ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഒരു പക്ഷേ അതാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നേരെ പോയിട്ടുള്ള നോറയുടെ സീക്രട്ട് റൂം ഇഷ്യൂ ആണ്. എനിക്ക് ഈ നോറ സീക്രട്ട് റൂം ഇഷ്യൂ കാര്യമായിട്ട് അതിൽ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ജിൻഡോയുടെ ഒരു എവിക്ഷൻ കേസ് ഉണ്ട്, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ തന്നെ സംസാരിക്കാം ജിൻഡോയുടെ എവിക്ഷൻ. പക്ഷേ ജിൻഡോ ഈ നോറ തിരിച്ചു വരുന്ന, ഈ പ്രേതമായിട്ട് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ പറഞ്ഞ സമയത്ത് ഈ ചങ്ങാതിരെ വർത്തനൊക്കെ നന്ദൂട്ടനാണോ സംശയം. എനിക്ക് നന്ദൂട്ടൻ എന്നൊക്കെ കേൾക്കും, എനിക്ക് ആ കോമ്പിനേഷൻ എനിക്കെന്തോ പേഴ്സണലി ഇഷ്ടമല്ല. അവർ തമ്മിൽ ഇപ്പോൾ ഒരു പക്ഷേ ഭയങ്കര ക്ലോസ് ആയിട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്തോളുന്നില്ല. ഈ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് തന്നെ എനിക്കെന്തോ അതൊക്കെ ഒരു നമുക്ക് ആലോചിക്കാൻ പറ്റണില്ല, എനിക്ക് പറ്റുന്നില്ല, എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന്. അപ്പോൾ നന്ദൂട്ടനാണ് യക്ഷിയായിട്ട്, കാരണം നന്ദൂട്ടൻ ഒരു എന്താ പറയുക, യക്ഷിയായിട്ട് നന്ദൂട്ടൻ ഇതിനു മുന്നേ വന്നിരുന്നല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാരണം വെച്ചാൽ, സിജോൻ്റെ എവിക്ഷന് വലിയൊരു കാരണമായിട്ടുള്ളത് ശശി കോംബോ പ്ലസ് നന്ദൂട്ടനാണെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ സിജോ പോകേണ്ട വ്യക്തിയല്ല. ഓക്കെ, സിജോൻ്റെ എവിക്ഷൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും. സിജോ ഇപ്പോഴും റിസൾട്ട് പെൻഡിങ്ങിലാണ്, നമുക്ക് അതിലേക്ക് വരാട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യേണ്ടായിരുന്നത് സായിയുടെ പണപ്പെട്ടിയും കൊണ്ട് ഇറങ്ങിപ്പോയില്ലേ, 5 ലക്ഷം കൊണ്ട് ഇറങ്ങിപ്പോയിട്ടുള്ളൊരു കേസ് പുറത്ത് ചർച്ച ചെയ്തതിൻ്റെ ഏകദേശം ആ സിറ്റുവേഷൻ തന്നെ ഹൗസിനുള്ളിലുള്ള ആൾക്കാരും അവരുടെ പെർസ്പെക്റ്റീവ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പുറത്തുള്ള ആൾക്കാരെക്കാളും കൂടുതൽ പുറത്തുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ഗെയിം ഷോ മാത്രമാണ്, ഉള്ളിലുള്ള ആൾക്കാർക്ക് എന്ത് വന്നാലും അത് അവരുടെയും കൂടി ജീവിത പ്രശ്നമാണ്. അപ്പോൾ ആ ജീവിതം എന്നുള്ളത് ചങ്ങാതി കൊള്ളാക്കിയെന്നുള്ള കണ്ടീഷനിൽ ആണ് അവിടെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ വന്ന സമയത്ത് ജാസ്മിൻ ജാസ്മിൻ കാര്യങ്ങൾ പറഞ്ഞു, മാസ് കാണിക്കാൻ വന്നു, സ്പോയിൽ ചെയ്ത് പോയി എന്ന്. ജിൻഡോ പറഞ്ഞു സായിക്ക് പൈസ ആവശ്യം ഉണ്ടായിരിക്കില്ല, കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടി ആയിരിക്കില്ല സായി ചെയ്തിട്ടുള്ള, ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. അർജുനും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സംഭവം തന്നെ പറഞ്ഞു. സായി വന്നിട്ടുള്ളൊരു ഉദ്ദേശം കഴിഞ്ഞു, ഒരു ക്ലെൻസിങ് പ്രോസസ്സ് കഴിഞ്ഞു, യോജിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടോ ആദ്യമൊക്കെ ഇനീഷ്യലി ചങ്ങാതി പറഞ്ഞ സമയത്ത് സപ്പോർട്ട് ചെയ്തൊരു ഹതഭാഗ്യനാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞത് തന്നെ എന്ത് ചിന്തിച്ച് പറഞ്ഞാന്നൊക്കെ തോന്നിപ്പോകും. കാരണം വെച്ചാൽ ഒരു ഹിമാലയത്തിലേക്കൊന്നല്ലല്ലോ ഇനീഷ്യലി ഒരു സെൽഫ് ക്ലെൻസിങ് പ്രോസസ്സിന് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു അവതാരം ഒന്നല്ലല്ലോ, അവതാരത്തിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ. അത് പറഞ്ഞു. അപ്പോൾ ഋഷി അവിടെ പറഞ്ഞ സംഭവമുണ്ട്, സായിയുടെ ഭാഗത്തുനിന്ന് ഒരു സെൽഫിഷ് ആക്റ്റാണ്. കാരണം ഈ ഋഷി തന്നെയാണ് ഞാൻ പറഞ്ഞു ഇനീഷ്യലി സായി ഹൗസിനുള്ളിലേക്ക് കയറി വന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ആളാന്നുള്ളതൊക്കെ പറഞ്ഞു. ഓക്കെ, നോറയാണ് ഈ കാര്യത്തിൽ വളരെ കറക്റ്റായിട്ടുള്ളൊരു സമ്മതം പറഞ്ഞത്. ഓക്കെ, അതെ, നോറ പറഞ്ഞതെന്താ വെച്ചാൽ സായിക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഓക്കെ, സായിക്ക് പുറത്ത് പോകണം, അതിയായ ആഗ്രഹമുണ്ട്. ഈ പണപ്പെട്ടി എടുത്താൽ മാത്രമേ സായി അവിടെ നിന്ന് പുറത്തു പോകാനുള്ള സിറ്റുവേഷനുള്ളൂ. അത് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അവൻ്റെ സെൽഫിഷ് കാര്യങ്ങൾ നോക്കി അവന് പുറത്ത് പോകണം, അത് മാത്രമേ അവൻ ചിന്തിച്ചിട്ടുള്ളൂ. കാശാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ ചിലപ്പോൾ പൈസ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. മേ ബി ദർ ആർ ചാൻസസ്. 5 ലക്ഷം ഒരിക്കലും ഒരു ചെറിയ എമൗണ്ട് അല്ല. ഓക്കെ, കാരണം വെച്ചാൽ അത് സായി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹി വർക്ക്സ് ഫോർ മണി, എല്ലാത്തിനും പൈസയാണെന്നുള്ള ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഹെൽത്തിനേക്കാൾ എന്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ് പണമാണ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു സായിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ഇപ്പോൾ ആ റീൽസ് ഒരുപാട് പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചാൻസ് ഇതാണ്, അത് വേറൊരാൾ എടുക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയി വെച്ചാൽ അവനെ ഇറങ്ങിപ്പോകണം എന്നുള്ള ആ ഒരു സെൽഫിഷ്നെസ്, ആ ഒരു സംഗതി ഇതിൽ വന്നു തോന്നുന്നു. അല്ലെങ്കിലല്ല, ഇറങ്ങിപ്പോകണം. പക്ഷേ എന്ത് വന്നാലും നെക്സ്റ്റ് വീക്ക് ആൾക്കാർ ഔട്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വലിയ മാസമായിട്ട് സീക്രട്ട് ഏജൻ്റൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ ഉണ്ണിക്കുട്ടനായി മാറി. പിന്നെ ഇനിയിപ്പോൾ ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും കൂടി വോട്ടില്ലാത്തതുകൊണ്ട് ആൾക്കാർ ചവിട്ടി പുറത്താക്കുന്ന സിറ്റുവേഷൻ വേണ്ട, ഞാൻ അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയി.
കാരണം ഇറങ്ങിയ സമയത്തും ഈ റോബിൻ്റെ കേസിലൊക്കെ എടുത്തു പറഞ്ഞല്ലോ അവൻ, അതായത് എനിക്ക് ഞാൻ റോബിൻ്റെ പോലെ ഇറങ്ങിപ്പോയ ആളല്ല, പണപ്പെട്ടിയായിട്ട് എന്തോ വലിയൊരു മഹാകാര്യം കാണിച്ചിട്ട്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ അങ്ങനെ ഒരു സംഗതി അവിടെ കൊടുത്തു വിട്ടു. അതിന് എന്നിട്ട് ജാസ്മിനോട് പറഞ്ഞു പോകുന്നു, ജാസ്മിൻ എന്താ ചിന്തിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രേക്കിന് ശേഷം ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞു, ഇറങ്ങിയിട്ട് എനിക്ക് സായിനൊന്ന് കാണണം എന്നുള്ളതല്ലേ ജാസ്മിനെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഓക്കെ, അതൊന്ന്. പിന്നെ വേറൊരു സംഭവം എന്താ ഡയറിൽ പ്രൊമോയിലൊരു സംഗതി കാണിച്ചല്ലോ, അതായത് പ്രൊമോയിൽ ഒരാൾക്കും കൂടി അവിടെ സീക്രട്ട് അറിയാമെന്നുള്ളത്. അപ്പോൾ ഞാനൊക്കെ സീരിയസ്ലി, നമ്മൾ ശശിയായി സീരിയസ് ആയിട്ട് പറയാമല്ലോ, ഞാൻ ചിന്തിച്ചു ആർക്കായിരിക്കും ഇപ്പോൾ ഈ സംഗതികളൊക്കെ അറിയാം. സംഭവം ഒന്നുമില്ല, രാംദാസ്, എനിക്കത് മനസ്സിലായില്ല കേട്ടോ. CID രാംദാസിനെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നടക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ലാലേട്ടനും CID രാംദാസും കൂടി തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കണ്ടു. CID രാംദാസിനെ അറിയാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല, എന്തോ ഒരു ഫ്ലോപ്പ് സംസാരം പോലെ തോന്നി. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കാം, പ്രത്യേകിച്ച് ഇന്നത്തെ സായിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക്, കഴിഞ്ഞ സീസണിൽ നമ്മൾ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിന് റിയാസിൻ്റെ സീസണിൽ, യെസ്, അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന അപ്പോഴാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ, ഗെയിം ചേഞ്ചർ എന്നൊരു വേർഡ് അല്ലേ. അവിടെ റിയാസിനെ നമ്മളൊരു ഗെയിം ചേഞ്ചറായിട്ട് കണ്ടു, അതുപോലെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം സീസണിലാണ് ഒരു പുതിയ വേർഡ്, പുതിയൊരു ഇൻട്രൊഡക്ഷൻ അല്ലേ, പുതിയ ഇൻട്രൊഡക്ഷൻ അല്ല, പുതിയൊരാളെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പുതിയൊരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പുതിയൊരു പദവി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഗെയിം സ്പോയിലർ, ഗെയിം ചേഞ്ചർ അല്ല, ഗെയിം സ്പോയിലർ. ഇവിടെ ഗെയിം സ്പോയിലറായിട്ട് വന്നിട്ടുള്ളത് നൺ അതർ ദാൻ സായി കൃഷ്ണൻ അക്ക സീക്രട്ട് ഏജൻറ്റ്. കാരണം വെച്ചാൽ സീക്രട്ട് ഏജൻറ്റ് ഒരു ഗെയിം ചേഞ്ചർ അല്ല, ഗെയിം ചേഞ്ചർ പദവി ഒഴിവാക്കിയിട്ട് അതിനേക്കാളും വലിയൊരു ബഹുമതി ഗെയിം സ്പോയിലർ എന്നൊരു ഗെയിം സ്പോയിലർ എന്നൊരു പദവി സായിക്ക് കിട്ടി. കാരണം വെച്ചാൽ എന്താ പറയുക, ഭയങ്കര മാസമായിട്ട് വന്നു, റൂൾസ് തെറ്റിച്ചു, സ്വയം നാറി, ഓണവില്ലായി. ആ നന്ദനെ ഒറ്റയ്ക്ക് കളിച്ചാൽ ടോപ്പ് 5 എത്താൻ, അല്ലെങ്കിൽ പണപ്പെട്ടി എന്തെങ്കിലും ആ ഒരു രീതിയിലേക്ക് എത്താൻ കഴിവുള്ള നന്ദനേനെ നന്ദുട്ടി നന്ദൂസാക്കി, പെങ്ങളുട്ടിയാക്കി, അതിനെ സ്പോയിൽ ചെയ്ത് അതിനെ പുറത്താക്കി. ഇപ്പോൾ നാളെ സിജോൻ്റെ വീക്ഷണം കൂടി കറക്റ്റായി വരികയാണെന്നുണ്ടെങ്കിൽ സിജോനെ പുറത്താക്കുന്നതിലും അത്യാവശ്യം നല്ല രീതിയിൽ പങ്ക് സായിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ സായിയോടുള്ള ഹെയ്റ്റ് സിജോക്കുള്ള ഹെയ്റ്റായി മാറി എന്നൊരു സോഷ്യൽ മീഡിയയിലുള്ള ഡിസ്കഷൻ പുറത്ത് നടക്കുന്നുണ്ട്. ആർക്കും മനസ്സിലാവും, ആരും ഇപ്പോൾ എതിർത്ത് പറയില്ല, ഇപ്പോൾ ഇപ്പം തന്നെ വന്ന് പറയുള്ളൂ. അത് പറഞ്ഞാലൊന്നും ഒരു ശരിയാവില്ല. കാരണം നമ്മൾ ഇത്രയും കാലം സീസൺ കണ്ട് സോഷ്യൽ മീഡിയയിൽ അനാലിസിസ് നടത്തിയപ്പോൾ, അനാലിസിസ് അല്ല, നമ്മളാകെ കണ്ട സമയത്ത് മനസ്സിലാവുന്ന കേസ് ഇത്രയേ ഉള്ളൂ. സായി സിജോനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ധ്വനി പുറത്ത് വന്നു. ആ ഒരു സംഗതി പോയതോടുകൂടി അത് സിജോയ്ക്ക് ഒരു നെഗറ്റീവ് സംഭവമായിട്ട് മാറി. പിന്നെ സിജോ അപ്പോൾ അങ്ങനെ ഒരു സംഗതി. ഓക്കെ, സിജോൻ്റെ ഗെയിമും സ്പോയിൽ ചെയ്തു. അപ്പോൾ എല്ലാ മണി ബോക്സും എടുത്തു, ഗെയിമും സ്പോയിൽ ചെയ്തു, അതിൻ്റെ ഗെയിമിൻ്റെ രസം കളഞ്ഞു. അപ്പോൾ ടോട്ടലി ഒരു ഗെയിം സ്പോയിലർ എന്നുള്ളൊരു പദവി, ഗെയിം ചേഞ്ചർ അല്ല, ഗെയിം സ്പോയിലർ എന്നുള്ളൊരു പദവിക്ക് എന്തുകൊണ്ടും അർഹനാണ് സായി എന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഒന്നത്. പിന്നെ രണ്ടാമത്, എവിക്ഷൻ സമയത്ത് ജാസ്മിൻ്റെ ക്യൂട്ട്നെസ്. ജാസ്മിന് കോംബോ കോംബോ അല്ല കേട്ടോ, ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നും. പക്ഷെ നമുക്ക് എന്തോ തോന്നിയില്ല. കാരണം ലാലേട്ടനോടൊക്കെ സംസാരിക്കുമ്പോൾ ആ ക്യൂട്ട്നെസ് വാരി വിതറുന്നത് അത്രയും വാരി വിതറണ്ടായിരുന്നു എന്നൊരു തോന്നൽ, അത്രയൊരു അഭിപ്രായം മാത്രം. ഓക്കെ, ഒന്നത്. പിന്നെ രണ്ടാമത്തെ കേസ്, പിന്നെ പറയാനുള്ളത് നമ്മുടെ എവിക്ഷൻ്റെ കേസല്ലേ. എവിക്ഷൻ്റെ കേസിൽ പറയാലോ, സേവ് ആയിക്കിനും ജിൻഡോ അർജുനാണ്. പിന്നെ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതിനാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെ കേട്ടോ. പെൻഡിങ് ആയിട്ടുള്ള ജാസ്മിൻ, ഋഷി, സിജോ, ശ്രീതു. ഓക്കെ, അതിൽ നോറ എവിക്റ്റായി പോയി. നോറ പോയി. ഓക്കെ, നോറ എന്ത് വന്നാലും സമ്മതിക്കേണ്ട ഒരു കേസിൻ്റെ നോറ നല്ലൊരു കോണ്ടൻറ്റ് മേക്കർ ആയിരുന്നു ബിഗ് ബോസിൽ കേട്ടോ. കോണ്ടൻറ്റ് ഇഷ്ടം പോലെ കൊടുത്തതാണ്. ഇറങ്ങിക്കഴിഞ്ഞാലും നോറയ്ക്ക് അതിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയയിലും അതിൻ്റെതായുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നോറയുടെ കേസിൽ എന്തായാലും വരും എന്നുള്ള കാര്യം ഷുവറാണ്. പിന്നെ നോറ ഇതിലേക്കൊക്കെ ഇടപെടില്ല എന്നുള്ള രീതിയിലാണ് നോറയുടെ ആ ഒരു ബോഡി ലാംഗ്വേജിനാണ് നോറ അവിടുന്ന് ഇറങ്ങി പോന്നിട്ടുള്ളത്. ഇനി എന്താ നെക്സ്റ്റ് സിറ്റുവേഷൻ എന്നുള്ളത് അറിയില്ല. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് ഈ ജിൻഡോയുടെ കേസ്. ഞാൻ മോശമായിട്ട് പറയല്ല, ജിൻഡോ മോശമല്ല, ജിൻഡോ കുറച്ച് കൂടുതലായിട്ട് നന്മപരമാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇഷ്ടമാണ് എനിക്ക് ജിൻഡോയെ. പിന്നെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും എന്താണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, നമുക്ക് പറയാൻ അങ്ങനെ അറിയില്ല. ഒരു പക്ഷേ ചില കാരണങ്ങളുണ്ടായിരിക്കാം. കാരണങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ഈ അവസാനത്തെ വീക്കിലൊന്നും പറയുന്നില്ല. പിന്നെ ചില ആൾക്കാർ കേട്ടു നമ്മൾ വോട്ടിൻ്റെ കേസ്, നിങ്ങൾ ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് കേട്ടു, അങ്ങനത്തെ കാര്യങ്ങൾ. അത് അങ്ങനെ ഒരു സീക്രട്ടായിട്ട് തന്നെ പോട്ടെ. കാരണം നമ്മളാരെയും വോട്ടിൽ നിന്ന് നമ്മളാരും സ്വാധീനിക്കുന്നത്, നമ്മൾ ഗെയിം അനാലിസിസ് ചെയ്ത് പോകുന്നു. ചില ആൾക്കാർ നമുക്ക് ഇഷ്ടമല്ല, ചില ആൾക്കാർ നമുക്ക് ഇഷ്ടമുണ്ട്. ജിൻഡോന് ഇഷ്ടമാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ഗെയിമിൻ്റെതായ വഴിക്ക് വിടാം അല്ലേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, അതിപ്പോൾ ഞാൻ ജിൻഡോയുടെ കേസ് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ സായിക്ക് സീക്രട്ട് ഏജൻറ്റ് അരിയണ്ണന് ഉണ്ണിക്കണ്ണന് വീണ്ടും അരിയണ്ണനാവാമെങ്കിൽ ഡെഫിനറ്റ്ലി ജിൻഡോയ്ക്ക് മാറാം. അത് മാത്രം വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ഫൈനലായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ സിജോൻ്റെ എവിക്ഷനാണ് കേട്ടോ. ആ ഒരു കേസും കൂടി പറയട്ടെ. സിജോ എവിക്റ്റ് ആവുകയാണെങ്കിൽ ഒരു അൺഫെയർ എന്ന് നമുക്ക് പറയാം. കാരണം വെച്ചാൽ ഒരു ടോപ്പ് ഫൈനൽ 5 വരാൻ
കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്. അതിന് റീസൺസ് ഞാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ സിജോൻ്റെതായ റീസൺ, സിജോ അവിടെ ആ ഒരു പെങ്ങളുട്ടി പാസം കുറച്ച് ഓവറായിട്ട് വെറും ഒരു പെങ്ങളുട്ടി പാസം മാത്രമായി. കാരണം കൈ അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ആൾക്കാരുടെ ഇഷ്ടം വോട്ടാക്കി കൺവേർട്ട് ചെയ്താൽ മാത്രമേ അവിടെ പോകുള്ളൂ. അൺലെസ് നമ്മളൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കളി അവിടെ നടക്കുന്നെങ്കിൽ. പക്ഷേ സിജോൻ്റെ കേസിലൊന്നും അവിടെ ഒരു കളി സിജോനെ പുറത്താക്കണം എന്നുള്ളൊരു കളി അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ സിജോക്ക് ഒരു ചാൻസ് കൊടുക്കായിരുന്നു. കാരണം വെച്ചാൽ സിജോ അവിടെ ചെയ്തിട്ടുള്ള ബിഗ് ബോസിനോട് ചെയ്തിട്ടുള്ള വലിയൊരു ഫേവറുണ്ട്. കാരണം വെച്ചാൽ എവിടെ സിജോ ബിഗ് ബോസിനെതിരെ കേസ് കൊടുക്കാത്തൊരു സിറ്റുവേഷൻ, ഈസിലി ഒരു 2-3 കോടികൾക്ക് സിജോയ്ക്ക് കേസ് കൊടുക്കായിരുന്നു. കാരണം വെച്ചാൽ മനുഷ്യൻ്റെ കരിയർ എന്നുള്ള സംഗതി അവസാനിക്കുന്ന സിറ്റുവേഷനിൽ അവിടെ എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല, മറ്റേ ചങ്ങായിക്ക് മാപ്പും കൊടുത്ത് അവിടെ തുടർന്ന് ഉള്ള ഹെയ്റ്റും കാര്യങ്ങളും വാങ്ങിച്ച് കൂട്ടുകയാണ് സിജോ അവിടെ ചെയ്തത്. അതർവൈസ് അവൻ മാസമായിട്ട് അവിടെ നിന്ന് കേസ് കൊടുത്ത് ഫൈറ്റ് ചെയ്യായിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. അറ്റ്ലീസ്റ്റ് യു വുഡ് ഹാവ് മേഡ് എ ലിവിങ്. ഇതെന്താ വെച്ചാൽ എത്രയും ദിവസം നിൽക്കുകയും ചെയ്തു, ടോപ്പ് 5 ഫൈനൽ 5 എത്തുകയും ചെയ്തില്ല, ഒന്നും ഉണ്ടായില്ല. ഹി ഹാസ് ടു ഗോ ബാക്ക് ടു ഹിസ് ഓൺ. അത് ആ സിറ്റുവേഷനിലേക്ക് പോകേണ്ട പഴയ സ്ഥിതിയിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ സിജോയ്ക്ക് വന്നു. അത് അയാളുടെ ഒരു ബാഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നു. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ കേസിൽ പറയണമെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റും എൻ്റെ മൂൾഷൈനും ആരൊക്കെ ബിഗ് ബോസിൻ്റെ ബാക്കിലുള്ളവർ അറ്റ്ലീസ്റ്റ് എന്താ വെച്ചാൽ ആ ഒരു ടോപ്പ് 5 സിജോനെ കൊണ്ടുവരികയായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് അറിയില്ല ഇനിയിപ്പോൾ വോട്ടിങ്ങിൻ്റെ കേസ് എന്താ. പല ആൾക്കാരും പറയുന്നുണ്ട് വോട്ടിംഗ് മറ്റേ സുതാര്യ അല്ല എന്ന് പറയുന്നത്. നമ്മളും പറഞ്ഞിട്ടുണ്ട്. പല കേസിലും നമുക്ക് തോന്നിയിട്ടുണ്ട് അൺഫെയർ എവിക്ഷൻസ് ഒരുപാട് നടന്നിട്ടുള്ള, അൺഫെയർ ആയിട്ടുള്ള ഒരുപാട് എവിക്ഷൻസ് വന്നു. അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കഥ. ഇത് ഈ ഒരു സിജോൻ്റെ ഈ നഷ്ടപരിഹാരത്തിൻ്റെ കേസ് എനിക്കൊന്നും സിബിനെറ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ കേട്ടൊരു ഓർമ്മ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഹോൾ റൗണ്ട് അപ്പ് കേട്ടോ. അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ കുറച്ച് കാര്യങ്ങൾ, കാരണം വെച്ചാൽ കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നാളെയല്ല, ഈ വീഡിയോ വരുന്നത് രാവിലെയാണ്. ഇന്ന് തന്നെ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതുണ്ടായിരിക്കും. അപ്പോൾ 2 പേരും കൂടി നാളെ വീഡിയോ ചെയ്യും. ടേക്ക് കെയർ കേട്ടോ. ഗോഡ് ബ്ലെസ്. ബൈ.